ഹലോ ഗയ്സ്. അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് ഹെയറിൽ നിന്ന് ലോങ് ഹെയറിലോട്ട് പോകുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിക്കാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ ഷോർട്ട് ഹെയറിൽ നിന്ന് ലോങ് ഹെയറിലോട്ട് പോവുകയാണെന്നുള്ളത്. കാരണം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഹെയറിൽ നിന്ന് നമ്മൾ പോയിട്ടുണ്ടാവും, ലോങ് ഹെയറിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം തോന്നും വെട്ടണം വെട്ടണം, ഷോർട്ട് ഹെയറിലോട്ട് പോകണം എന്നുള്ളത്. അതായത് മുടി നമ്മുടെ രീതിക്ക് നിൽക്കത്തില്ല. ഷോർട്ട് ഹെയർ ആകുമ്പോൾ നല്ല സ്റ്റൈൽ ചെയ്ത് നമുക്ക് വെക്കാം. ലോങ് ഹെയർ ആയാലും സ്റ്റൈൽ ചെയ്ത് വെക്കാം. പക്ഷെ ഇതിനിടയിലുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിൽ വെച്ചിട്ട് ഷോർട്ട് ഹെയറിൽ നിന്ന് ലോങ് ഹെയറിലോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അത്യാവശ്യം ന്യൂട്രിയൻ സഫിഷ്യന്റ് ആയിട്ടായിരിക്കണം. അതായത് നമ്മുടെ കേരളത്തിൽ സാധാരണ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കറികളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ കഴിച്ചാൽ തന്നെ ധാരാളമാണ്. പക്ഷെ ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര ഡാമേജ് ആവും. മുടിക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ഒന്നും കിട്ടില്ല. ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഗ്രോ ആവുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടുള്ള ആളുകളുടെ കാര്യത്തിലാണ്. അതായത് പലരും മുടി വളർത്തി തുടങ്ങി കഴിഞ്ഞാൽ വന്നിട്ട് പറയും, "നീ കഞ്ചാവാണോ? നീ മറ്റേതാണോ? മറിച്ചതാണോ?" എന്നുള്ള രീതിക്കൊക്കെ പറയും. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ തളർത്തും. അപ്പൊ അതിനൊരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈൻഡ് ആക്കാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് പറയണം എന്ന് നിങ്ങൾക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ, ഒരു സ്ത്രീയാണ് നിങ്ങളോട് വന്നിട്ട് ഭയങ്കര ലോങ് ഹെയർ ആണ്, നീ കഞ്ചാവാണോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ലോങ് ഹെയർ ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് ചോദിക്കാം, "നിങ്ങൾക്കും ലോങ് ഹെയർ ആണല്ലോ, നിങ്ങളും കഞ്ചാവാണോ?" എന്ന് തിരിച്ച് ചോദിക്കാം. ഇത് പക്ഷെ അവരുടെ ഭർത്താവാണ് വന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയാം, "നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ല ലോങ് ഹെയർ ആണല്ലോ, അവളും കഞ്ചാവാണോ?" എന്ന് തിരിച്ച് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടുംബക്കാരും നാട്ടുകാരൊക്കെ നഷ്ടപ്പെടും, തെറിയാവും, അടിയാവും. പക്ഷെ ഇതിനെക്കാട്ടിലും ബെസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കൂടുന്ന സമയത്ത് നിങ്ങൾ 1 സെന്റിമീറ്ററെങ്കിലും ടിപ്പ് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹെയർ കെയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പൊ അതിൽ ഒരുപാട് സെറംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കെമിക്കൽസിലോട്ട് പോകണ്ട, നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാനൊരു ചെമ്പരത്തി താളിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ വീക്ക്ലി ടോയ്സ് യൂസ് ചെയ്യുക. പിന്നെ വീക്കിലി വൺസ് ഒരു ദിവസമെങ്കിലും നിങ്ങൾ കോക്കനട്ട് ഓയിൽ തലയിൽ തേക്കുക, കുളിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ബാക്കി ആ താളി കാര്യങ്ങൾ വീക്ക്ലി ടോയ്സ് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് ലോങ് ഹെയർ വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ തല ഡ്രൈ ചെയ്യുന്ന കാര്യത്തിലാണ്. നമ്മൾ എന്തെങ്കിലും മൈക്രോ ഫൈബേർഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ അത്രയും അടിപൊളി. സാധാ നോർമൽ ടവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ റബ്ബ് ചെയ്തുകൊണ്ട് ഡ്രൈ ചെയ്യുക. ഇനി ഡ്രൈയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. വല്ലാണ്ട് ഹീറ്റ് അടിക്കാതെ അടുപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ ഡ്രൈ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഡ്രൈ ചെയ്യാം. പിന്നെ ലോങ് ഹെയർ ആവുന്ന സമയത്ത് നമ്മൾ ഹെയർ എപ്പോഴും ഇങ്ങനെ പൊക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹെയർ ലൈൻ കയറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഡെർമാ റോളർ വാങ്ങിക്കാന്നുള്ളത് 0.5 mmന്റെ ഡെർമാ റോളർ. ഇത് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹെയർ ലൈൻ കയറാത്ത പോലെ തോന്നും. അല്ലെങ്കിൽ വിത്തിൻ എ മന്ത് നമുക്ക് ബേബി ഹെയർസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാം. ഇനി പക്ഷെ ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കറക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലോങ് ഹെയർ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഈ ചാനലിലൂടെ ഹെയർ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ദ വൈ.